Pace of marketing, in touch with positive people. പവർ ഓഫ് റീറ്റെയിലറുടെ 48ാമത്തെ ചാപ്റ്ററിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം, സ്വാഗതം. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഒരു നാടിൻ്റെ വിളക്കുമരം തന്നെയാണ്. എന്ത് സർവീസാണ് അദ്ദേഹം ഒരു നാടിന് വേണ്ടി ചെയ്യുന്നത്? ശരിയാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഒരു റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സർവീസ് ഓറിയന്റഡ് ആണ്. ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പ്രോബ്ലംസുകൾ, ഓരോ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും റീറ്റെയിൽ ഷോപ്പിലേക്ക് വരിക അല്ലേ. ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സ് ആയിട്ട് പറഞ്ഞയക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു നാട്ടിലെ റീറ്റെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പണത്തിനും അപ്പുറം, സർവീസിനും അപ്പുറം ആ റീറ്റെയിൽ ഷോപ്പുകാരന്റെ മനസ്സിനകത്ത് അതിനോടുള്ള ഒരു പാഷൻ, സർവീസ്, മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു പാഷൻ ഉണ്ടായിരിക്കണം. അത്തരത്തിൽപ്പെട്ട ഒരു എന്തൂസിയാസം, കസ്റ്റമേഴ്സിനോട് വളരെയധികം അകമഴിഞ്ഞ് സ്നേഹത്തോടെ ഇടപെടാനുള്ള കഴിവ്, നല്ല ഒരു പ്രസന്റേഷൻ സ്കില്ല്. ഇതിന് ഘടകവിരുദ്ധമായിട്ട് ചില പ്രക്രിയകൾ ഒരു ഷോപ്പിൽ നടന്നാൽ, ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ വരുന്നു, അയാൾ വന്ന ഉടനെ തന്നെ കുറെ കോളുകൾ വരുന്നു, ഔട്ട്സൈഡ് കോളുകൾ വരുന്നു. അയാൾ ഔട്ട്സൈഡ് കോളുകളുടെ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുക. ഒരിടത്തുണ്ടായ സംഭവമാണ്. ഒരു ഔട്ട്സൈഡ് നിന്ന് കുറേയധികം കോളുകൾ വരുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു. ഷോപ്പിൽ നടക്കുന്ന കസ്റ്റമർ കയറി വരുന്നത്, കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത്, ബില്ലടിക്കുന്നത്, ഡിസ്കൗണ്ട് അടിക്കുന്നത്, ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ സ്റ്റാഫുകൾ മാത്രം ചെയ്യുന്നു. ശരിക്കും ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർ ശരിക്കും ഇൻവോൾവ് ചെയ്തിരിക്കണം. ആ ഷോപ്പിന്റെ എല്ലാ സർവത്ര കാര്യങ്ങളിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന ഷോപ്പ് ആണെങ്കിൽ പോലും അവർക്കൊക്കെ തന്നെ വളരെയധികം ഡെഡിക്കേഷൻ, എല്ലാ ഏരിയകളിലേക്കും അവരുടെ കണ്ണുകൾ എത്തുകയും പ്രോഡക്റ്റ് സെയിലാവാത്ത പ്രോഡക്റ്റ് എന്തൊക്കെയുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അതിനെക്കുറിച്ച് അവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ക്ലാസ് അത്രമാത്രം ബൾക്ക് ക്വാണ്ടിറ്റി സെയിൽ ഔട്ട് ചെയ്യുന്ന, ഒരു മാസം 10 കോടി 5 കോടി വിറ്റുവരെയുള്ള അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ അത്രമാത്രം ശ്രദ്ധിച്ച് തന്നെയാണ് അതിൻ്റെ ഓണേഴ്സ് പോകുന്നത്. പക്ഷേ ചില തരം ഷോപ്പുകൾ, ഒരു B ക്ലാസ്സോ C ക്ലാസ്സോ ഷോപ്പുകൾ, ഇതിൽ നിന്നും വലിയ വരുമാനമൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് അതിനോടൊപ്പം ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഒരു ഡ്യൂട്ടി പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരിക്കുകയും കുറെ കോളുകൾ ചെയ്യും. ഇവിടെ ഉള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ. ആ ഒരു മനോഭാവത്തോടെ സ്റ്റാഫുകളോട് അത് പറയുകയും അവർക്ക് റേറ്റ് കൊണ്ട് ഒക്കണില്ല, ഇത് സാറേ പിന്നെ റേറ്റ് കുറച്ച് ചോദിക്കുക, എന്നാൽ അതവിടെ ഇരുന്നോട്ടെ, വിൽക്കണ്ട, അങ്ങനെ ഒരു മനോഭാവം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ഒരു റീറ്റെയിലുകാരൻ, ചില റീറ്റെയിൽ ഷോപ്പുകാരെങ്കിലും വരാൻ ഉള്ള പോസിബിലിറ്റി റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണ്? ആ റീറ്റെയിൽ ഷോപ്പുകാരന് പൈസ കൊടുക്കാൻ, റെന്റ് കൊടുക്കാൻ, സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വേറെ സോഴ്സ് ഉണ്ട്, ഇൻകം. വേറൊരു സോഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം അവിടെയുള്ള ബിസിനസ്സിൽ എങ്ങനെയെങ്കിലും ബിസിനസ് നടത്തണമെന്നും കച്ചവടം നടത്തണം എന്നുള്ള ആ ഒരു എന്തൂസിയാസത്തോടെ കൂടി വളരെ ശ്രദ്ധാപൂർവം റീറ്റെയിൽ ഷോപ്പ് കൊണ്ടു നടന്നാൽ മാത്രമേ ഈ കോമ്പറ്റീറ്റീവായ മാർക്കറ്റിങ്ങിന്റെ ഈ ഒരു യുഗത്തില്, കാരണം റീറ്റെയിൽ ഷോപ്പുകാര് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള മത്സരത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഫോണൊക്കെ മാറ്റിവെച്ച്, ഔട്ട്സൈഡ് കോളുകളൊക്കെ വരുന്നത് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച്, റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന ആ സമയത്ത് വളരെ ആ ഷോപ്പിന്റെ ഓരോ ചലനാത്മകമായ ഓരോ പ്രവൃത്തിയിലും, സ്റ്റാഫുകളുടെ ഓരോ മൂവ്മെന്റിലും, കസ്റ്റമർ കയറി വരുന്ന കസ്റ്റമറുടെ ഓരോ മൂവ്മെന്റിലും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പ്
അധപ്പതനത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിങ്ങൾ വേറൊരു പേയ്മെന്റ് എടുത്ത് വേറൊരു ഔട്ട്സോഴ്സിങ് കൊടുത്ത് ഈ ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ വളരെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നു, നിങ്ങൾ ആ ഷോപ്പ് പൂട്ടി വേറെ എന്തെങ്കിലും ജോലിക്ക് പോകൂ എന്നാണ് പറയാനുള്ളത്. കാരണം ഉറപ്പായിട്ടും അങ്ങനെ ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഉണ്ടാകുന്ന അവസ്ഥ ബിസിനസ് കാര്യക്ഷമമായിട്ട് കുറയുകയും അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ പേയ്മെന്റുകൾ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിലേക്ക് കിട്ടേണ്ട പൈസ കൂടി വരികയും നല്ല കമ്പനിക്കാര് നല്ല ബ്രാൻഡുകളൊന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ വരികയും ചെയ്യും. അയാൾ എന്ത് വോളിയം ചെയ്തു, ഒരു കമ്പനി നോക്കുന്നത്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ നോക്കുന്നത് അയാൾ എന്ത് മാസം പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർഷം എന്ത് പർച്ചേസ് ചെയ്തു, എന്ത് കച്ചവടം അയാൾ നടത്തി, അയാൾക്ക് എന്ത് കച്ചവടം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഒരു കമ്പനി ആയാലും ഒരാളെ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ആക്ടിവിറ്റി, നിങ്ങളുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു കാര്യം വന്നാൽ പോലും ആ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ആ കമ്പനി തിരിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റാണ്, നിങ്ങളുടെ ഹിസ്റ്ററിയാണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇനി ഇതൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് എന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ആ സ്റ്റാഫുകളെ ശരിക്കും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുമ്പോൾ ഈ ബിസിനസ് കൊണ്ട് ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ ശമ്പളവും സ്റ്റാഫിന്റെ ശമ്പളവും ഇവിടുത്തെ എക്സ്പെൻസും ഇവിടുത്തെ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇവിടുത്തെ പ്രോഡക്റ്റ് വിറ്റ് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ വളർന്നില്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ലോസിലേക്ക് പോകും, കടങ്ങൾ വന്ന് കയറും. ചിലപ്പോൾ ആ ബിസിനസ് മോശമായാൽ ഇവിടെ ഇല്ലാതെ വരും. പിന്നെ എന്തിനാണ് ഇവരെ സ്റ്റാഫിനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്? മിനിമം ഒരു 15-20 രൂപയെങ്കിലും കൊടുക്കേണ്ട വരുമല്ലോ. 20-25 രൂപയെങ്കിലും ഇന്നത്തെ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന പോലെ 15-20 രൂപ മിനിമം, അത് മിനിമമാണ്. അപ്പൊ നമ്മളൊരു സ്റ്റാഫുകളെ നിർത്തുമ്പോൾ ആ സ്റ്റാഫുകളിൽ നിന്നും പ്രൊഡക്ടിവിറ്റി, അവരെ നിർത്തിയത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്? സെയിൽ കൂട്ടാൻ സാധിക്കുന്നുണ്ടോ? അക്കൗണ്ട് സിസ്റ്റങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിറ്റ പ്രോഡക്റ്റ് കസ്റ്റമർ വരുമ്പോൾ നന്നായിട്ട് പ്രസന്റേഷൻ നടത്തി അവരത് വിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇത് എന്നൊന്നും ഇല്ലാതെ ഈ ഒരു റേറ്റ് പറഞ്ഞു, ആ റേറ്റ് ഇനി വിൽക്കാൻ പറ്റില്ല, ആ റേറ്റ് തരാൻ പറ്റില്ല, അപ്പോൾ ആ കസ്റ്റമർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഒരു 10 കസ്റ്റമർ വന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ആ ഷോപ്പിലേക്ക് ആരും കയറാതെയാവും. ഒരു കസ്റ്റമറെ കിട്ടിയാൽ ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആ കസ്റ്റമറുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നല്ലൊരു പ്രസന്റേഷൻ സ്കില്ല് ഓണറും ഈ സ്റ്റാഫും കൂടി ഒന്നിച്ച് കൂട്ടായി അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു യത്നം, ഒരു വർക്ക് ചെയ്യേണ്ടി വരും അവിടെ. അങ്ങനെ വർക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ആ കസ്റ്റമറെ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ടെങ്കിലും പറഞ്ഞയക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് ഓർക്കണം, ആ കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വരുന്നത് ഒരു പ്രോബ്ലം ആയിട്ടാണ്, അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ടാണ്. അപ്പൊ പ്രൈസിന്റെ ഒരു പ്രശ്നം പറഞ്ഞ് ആ കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കാതിരിക്കണമെങ്കിൽ ആ കസ്റ്റമർ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കട്ടെ അല്ലെങ്കിൽ വേറെ പോകട്ടെ എന്നുള്ളൊരു മനോഭാവം മാറ്റി എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു മനോഭാവത്തോട് റീറ്റെയിൽ ഷോപ്പുകാരൻ വിൽക്കാനിരുന്നിട്ട് കാര്യമില്ല. കാരണം ആ കസ്റ്റമർ വാങ്ങിച്ചില്ലെങ്കിൽ പോലും ആ കസ്റ്റമറായിട്ട് നല്ലൊരു റിലേഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അയാളുടെ ഫോൺ നമ്പർ ജസ്റ്റ് എഴുതി മേടിച്ച് വെക്കണം. ഈ പർച്ചേസ് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിനെങ്കിലും നമ്മൾ അയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. സാറ് ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ഇന്നലെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചില്ല, സാർ വാങ്ങിച്ചിരുന്നോ? ഇടയ്ക്കൊക്കെ ഷോപ്പിലേക്കൊന്ന് ഇറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ സാറിനെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം.
ഈ ബിസിനസ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എങ്ങനെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് ബിസിനസ് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. നിങ്ങളെന്ന ഓണർ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ, നിങ്ങളുടെ സ്റ്റാഫ് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ അല്ലല്ലോ ആ പ്രോഡക്റ്റ് തീരുന്നത്. കസ്റ്റമർ വരണം. കസ്റ്റമറെ ഇങ്ങനെ ഷോപ്പിലേക്ക് വരുത്താൻ പറ്റും. അതിന് ആക്റ്റീവായിട്ട് നിൽക്കണം, വളരെ അഗ്രസീവായിട്ട്, ഇൻട്രാക്റ്റീവായിട്ട്. ഇന്നത്തെ കാലത്ത് നിന്നാൽ മാത്രമേ കച്ചവടം വരുള്ളൂ, ബിസിനസ് വരുള്ളൂ. ഒരു കസ്റ്റമറെ പോലും, നമ്മുടെ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യപ്പെടുന്ന ഒരു കസ്റ്റമറെ പോലും നമ്മൾ തിരിച്ചയക്കരുത്. അവർ ജസ്റ്റ് ഒരു നല്ല സ്മൈലെങ്കിലും കൊടുത്ത് ഇതിപ്പോൾ ഇല്ല, നെക്സ്റ്റ് ടൈം വരണം കേട്ടോ എന്നെങ്കിലും പറഞ്ഞുകൊണ്ട് അയക്കണം. അല്ലാതെ ഒരു ഷോപ്പിന്റെ ഓണർ കയറി വരുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുന്നു, സ്റ്റാഫുകൾ വേറെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യുന്ന കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ചോദിക്കുന്നു, അയാളുടെ ഫേസിലേക്ക് പോലും നോക്കാതെ ഇവിടെ ഇല്ല, അതില്ലാട്ടോ, പിന്നെ അത് ഏതാണ് അതിന് പകരമുള്ളത്, അത് വേറെ പകരം ഇവിടെ ഒന്നും ഇല്ല. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് റീസെന്റ്ലി നടന്ന ഒരു സംഭവമാണ്. ഒരു ടെക്സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട ഒരു ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ, ഷോപ്പിന്റെ പേരൊന്നും പറയുന്നില്ല, ആ ഷോപ്പ് അവർ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം ഞങ്ങൾ എടുത്തു തരാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയതല്ലാതെ അവരപ്പോഴേക്കും വേറെ കാര്യത്തിന് പോയി. എന്നാൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്, 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു, എന്നിട്ട് കൂടി ഒരു കസ്റ്റമർ വന്ന് അറ്റൻഡ് ചെയ്യാൻ അവരും വന്നില്ല. ഈ പറഞ്ഞ ആള് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി വരും എന്നൊക്കെ പറഞ്ഞു നിന്നു. പക്ഷെ കസ്റ്റമർ വന്നില്ല. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് പോകും. നമ്മളങ്ങനെയല്ലേ? നമുക്ക് ഒരു കസ്റ്റമറെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് പറ്റിയെങ്കിൽ, റീറ്റെയിലായിട്ട് കച്ചവടം നടത്തുന്ന ഏത് സെഗ്മെന്റിലുള്ളവർക്കും കസ്റ്റമറെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ആ കസ്റ്റമർ അയാളുടെ പണി നോക്കി പോയിരിക്കും. അതുകൊണ്ട് പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൈസിന്റെ വേരിയേഷന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷന്റെ ഫീലിങ്ങുകളിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നിങ്ങളുടെ ഒരു കസ്റ്റമർ വാക്കിൻ ചെയ്യപ്പെടുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റാഫുകളെയും ഓണറെയും വാച്ച് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഫോക്കസ് ചെയ്യപ്പെടുകയും വളരെ ശ്രദ്ധാപൂർവ്വം കസ്റ്റമറെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണ്, അങ്ങനത്തെ വളരെ കോമ്പറ്റീറ്റീവായ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.